തിരുവനന്തപുരം ആമയിഴഞ്ചാൻതോട്ടിൽ അപകടത്തിൽപ്പെട്ട് മരിച്ച തൊഴിലാളി ജോയിയുടെ കുടുംബത്തിന് വീടൊരുങ്ങുന്നു. തിരുവനന്തപുരം നഗരസഭയും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഒരുക്കി നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. 2024 ജൂലൈ 13 തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻതോട്ടിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ ഒഴുക്കിൽപ്പെട്ട് മാരായമുട്ടം വടകര സ്വദേശി ജോയി മരിച്ചത്. ജോയി പോയതോടെ തനിച്ചായ അമ്മയ്ക്ക് ഒടുവിൽ സ്നേഹക്കൂടൊരുങ്ങുകയാണ്. മാരായമുട്ടം മണമുഖത്തിന് സമീപം ചുള്ളിയൂരിൽ ജില്ലാ പഞ്ചായത്ത് 5 ലക്ഷം രൂപ ചിലവഴിച്ച് വാങ്ങി നൽകിയ സ്ഥലത്താണ് വീടൊരുങ്ങുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിലാണ് വീടിന്റെ നിർമ്മാണം. വീടിന്റെ തറക്കല്ലിടിയിൽ മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. അങ്ങേയറ്റം ധാർമ്മികതയോടും മനുഷ്യത്വത്തോടു കൂടിയുള്ള സമീപനമാണ് സംസ്ഥാന സർക്കാർ ജോയിയുടെ കുടുംബത്തോട് കാണിച്ചതെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. സർക്കാർ പ്രത്യേക അനുമതി കൊടുത്തിട്ടാണ് കോർപ്പറേഷന്റെ പരിധിക്ക് പുറത്തുള്ള ജോയിയുടെ അമ്മയ്ക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള തീരുമാനം കോർപ്പറേഷൻ എടുത്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്തു, ഭൂമി ഞങ്ങൾ വാങ്ങിക്കൊടുക്കാം. ജോയി മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യത്തിലുള്ള പോരാട്ടത്തിന് രക്തസാക്ഷിയാണ് എന്ന് ഞാൻ വിശേഷിപ്പിക്കും. സർക്കാർ അതിനെ ഔദ്യോഗിക നൂലാമാലകളുടെ കണ്ണിലൂടെയല്ല കണ്ടത്, സാങ്കേതികമായിട്ടല്ല കണ്ടത്. അങ്ങേയറ്റം ധാർമ്മികമായി മനുഷ്യപ്പറ്റോടുകൂടിയ സമീപനമാണ് കേരളത്തിലെ LDF സർക്കാർ ആ സംഭവത്തോട് സ്വീകരിച്ചത്. ലൈഫ് ഭവന പദ്ധതിയിൽ നിന്നും അനുവദിച്ചു നൽകുന്ന 4 ലക്ഷത്തിനു പുറമെ സുമനസ്സുകളിൽ നിന്ന് സമാഹരിക്കുന്ന തുകകളും ഉൾപ്പെടുത്തിയായിരിക്കും വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. ചടങ്ങിൽ വാങ്ങിയ വസ്തുവിന്റെ രേഖകൾ ജോയിയുടെ അമ്മയ്ക്ക് മന്ത്രി കൈമാറി. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.